ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? അതെ, ആമയും മുയലും. ആമയും മുയലും നല്ല കൂട്ടുകാരായിരുന്നു. വലിയ ഓട്ടക്കാരനായിരുന്നു മുയല്. ആമയ്ക്ക് പതുക്കെ മാത്രമേ നടക്കാനറിയൂ. അതുകൊണ്ട് തന്നെ തന്റെ കഴിവിനെ കുറിച്ച് മുയലിന് അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. പാവം ആമ. ഒച്ച ഇഴയുന്നത് പോലെ ഇഴയുന്ന അതിനെ മുയൽ എപ്പോഴും കളിയാക്കിയിരുന്നു. തനിക്ക് മുയലിനെ പോലെ ഓടാനും നടക്കാനും കഴിയാത്തതിൽ ആമയ്ക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ചങ്ങാതി, നമുക്കൊരു ഓട്ടമത്സരം നടത്താം. ഓട്ടമത്സരത്തിൽ തോൽക്കുന്നയാൾ ജയിക്കുന്നയാളിനെ ചുമലിൽ എടുത്തുകൊണ്ട് നടക്കണം. മത്സരത്തിൽ താൻ ജയിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് മുയൽ ഇപ്രകാരം പറഞ്ഞത്. ആമ പറഞ്ഞു, സുഹൃത്തെ, വലിയ ഓട്ടക്കാരനായ നിന്നോട് ഞാൻ മത്സരിക്കാനോ? ഞാനില്ല. മുയൽ പറഞ്ഞു, അയ്യേ, നാണക്കേട് തന്നെ. ആരെങ്കിലും മത്സരത്തിന് ക്ഷണിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമല്ലേ? ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ആമ ഓട്ട മത്സരത്തിൽ തയ്യാറായി. ഓട്ടം തുടങ്ങുന്ന സ്ഥലവും അവസാനിപ്പിക്കേണ്ട സ്ഥലവും തീരുമാനിച്ചു. രണ്ടുപേരും ഒരേ സമയം ഓടാൻ തുടങ്ങി. ഓട്ടമത്സരം കാണാൻ വഴി നീളെ മറ്റു മൃഗങ്ങളെല്ലാം കാത്തുനിന്നു. ഓട്ടത്തിനിടയിൽ മുയൽ ചിന്തിച്ചു, ഇഴഞ്ഞു സഞ്ചരിക്കുന്ന ആമ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും ഏറെ സമയമെടുക്കും. ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല. എന്തായാലും വിജയം എനിക്കാണല്ലോ. കുറച്ചു നേരം വഴിയിൽ കിടന്നുറങ്ങി ക്ഷീണം തീർത്തിട്ട് വീണ്ടും പതുക്കെ ഓടാം. മുയൽ വഴിയിൽ കണ്ട ഒരു പുൽപ്പൊന്തയിൽ കയറി കിടന്ന് സുഖമായി ഉറങ്ങി. ഈ തക്ക നോക്കി ആമ കഴിയുന്നത് വേഗത്തിൽ ഇഴഞ്ഞു. കുറച്ചു സമയത്തിനകം അത് ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തി. സുഖമായ ഉറക്കത്തിലായിരുന്ന മുയല് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആമ തന്റെ അടുത്തെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് മുയൽ പരിഹാസത്തോടെ നോക്കി. തന്റെ പിറകിലൊന്നും കാണാനില്ല. മുന്നിലേക്ക് നോക്കിയപ്പോൾ മുയൽ അന്തം വിട്ടുപോയി. ആമ ലക്ഷ്യസ്ഥാനത്തിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മുയൽ ഒട്ടും ചിന്തിച്ചില്ല. തന്റെ സർവ്വ ശക്തിയും എടുത്ത് അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പക്ഷേ എന്തു ചെയ്യാം, മുയൽ എത്തുന്നതിന് മുമ്പ് ആമ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് മറ്റു മൃഗങ്ങളെല്ലാം ആവേശത്തോടെ കൈയടിച്ചു. മുയൽ എലീഫിനായി മുഖം താഴ്ത്തി നിന്നു. ഒടുവിൽ ആമയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് മുയൽ ആമയെ സ്വന്തം ചുമലിലേറ്റി വഴിയിലൂടെ നടന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? സ്വന്തം കഴിവിനെ കുറിച്ച് കൂടുതൽ അഹങ്കരിക്കുന്നവർക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം. കൂട്ടുകാരെ, ഇതുപോലെയുള്ള കഥകളും കവിതകളും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടെ കുടിക്കണേ. താങ്ക് യു.